പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് LICയുടെ അതിമനോഹരമായ ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പ്ലാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് 18 വയസ്സ് മുതൽ 50 വയസ്സ്, അതായത് ഏജ് 18 to 50 വരെ വയസ്സുള്ള ലേഡീസിന് മാത്രമേ ഈ പ്ലാൻ LIC കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്ലാനിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ എത്ര രൂപ നിങ്ങൾക്ക് ഒരു മാസത്തിൽ മാറ്റി വയ്ക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ പ്ലാൻ ഡീറ്റെയിൽസ് എനിക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് ജനറലായിട്ട് ഈ പ്ലാനിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പ്ലാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഈ പ്ലാൻ എടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ സെക്കൻഡ് വൺ, ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു മണി ബാക്ക് പോളിസിയാണ്. ഇതിൽ 3 ഓപ്ഷനിലൂടെ നമുക്ക് മണി ബാക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൽ ഓപ്ഷൻ A, B, C എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഒരു പോളിസിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് എത്ര പോളിസി വേണമെങ്കിലും എടുക്കാം. മിനിമം 2 ലക്ഷം രൂപയാണ് സം ഇൻഷുർഡ്. പക്ഷേ മാക്സിമം നമുക്ക് ലിമിറ്റ് ഇല്ല. അത് ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചാണ് അതിൻ്റെ ലിമിറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 ഓപ്ഷനും വേണമെങ്കിൽ 3 പോളിസികളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സം ഇൻഷുർഡ് ലിമിറ്റ് വരുന്നത് മിനിമം 2 lakhs എന്നുള്ള ലിമിറ്റ് മാത്രമേ ഉള്ളൂ. മാക്സിമം എമൗണ്ട് നമുക്ക് ലിമിറ്റ് ഇല്ല. നമ്മുടെ ഇൻകത്തിനനുസരിച്ച് എത്ര പോളിസി വേണമെങ്കിലും നമുക്ക് ഈ സ്കീമിൽ വാങ്ങിക്കാൻ പറ്റും. ലേഡീസിന് മാത്രമേ കിട്ടൂ എന്ന ഒരു പരിമിതി മാത്രമേ അതിലുള്ളൂ. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ലേഡീസിന് മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമേ അതിലൊരു പരിമിതിയായിട്ടുള്ളൂ. പിന്നെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A എന്ന് പറയുന്നത്. ഓപ്ഷൻ A എന്ന് പറയുന്നത് നമുക്ക് പ്രീമിയം പേയിങ് ടേം. പ്രീമിയം പേയിങ് ടേം നമുക്ക് 7 വർഷം മുതൽ 15 വർഷം വരെ സമയമുണ്ട്. ഈ 7 വർഷമോ അല്ലെങ്കിൽ 8, 9, 10 അങ്ങനെ കണ്ടിന്യൂസ് 15 വർഷമാണ് പ്രീമിയം പേയിങ് ടേം ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം നമുക്ക് പൈസ അടയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. 7 വർഷം എടുക്കാം, 10 വർഷം എടുക്കാം, 8 വർഷം എടുക്കാം, 9 വർഷം എടുക്കാം. അങ്ങനെ 7 മുതൽ 15 വർഷത്തിനിടയ്ക്കുള്ള ഏത് വർഷം വേണമെങ്കിലും നമുക്ക് പ്രീമിയം അടയ്ക്കാനായിട്ട് സെലക്ട് ചെയ്യാം. പണം അങ്ങോട്ട് LICയിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടേമുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ മാസം അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ മോഡുകൾ, പ്രീമിയം പേയിങ് മോഡുകൾ ഉള്ളത് ടേമാണ് ഈ പറഞ്ഞ 7 മുതൽ 15 വർഷം വരെ എന്നുള്ളത്. പക്ഷേ മോഡ് എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന രീതിയാണ്. അത് മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കലോ ഇതിൽ ഏതെങ്കിലും ഒരു മോഡ് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ മന്ത്ലി അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ അക്കൗണ്ട് ത്രൂ LICയിലേക്ക് പണം എത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല ഇനി 3 മാസത്തിലൊരിക്കൽ അതും എല്ലാം നമുക്ക് അക്കൗണ്ട് ത്രൂ ചെയ്യാൻ സാധിക്കും. നേരിട്ട് നമുക്ക് കൊണ്ടേ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഇതിലേതെങ്കിലും മോഡുകൾ മാത്രമേ നമുക്ക് നേരിട്ട് അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഏതെങ്കിലും വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ഒക്കെ അടയ്ക്കാനായിട്ട് പറ്റുന്നത് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി മോഡുകളാണ്. നമുക്ക് മന്ത്ലി അക്കൗണ്ടിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് മന്ത്ലി മാത്രമാണ്. മന്ത്ലി ഓപ്ഷനിൽ അക്കൗണ്ട് വഴി മാത്രമേ അടയ്ക്കാൻ പറ്റൂ, വേറെ ഓപ്ഷൻസ് ഒന്നും അതിലില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്ലാനിൻ്റെ ഓപ്ഷൻ A. ഓപ്ഷൻ Aയിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് LIC പ്രീമിയം പേയിങ് ടേം കഴിയുന്ന സമയത്ത് എത്രയാണോ നമ്മൾ സം ഇൻഷുർഡ്, ഇപ്പോൾ സപ്പോസ് ഒരു 1 കോടി രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ 50%, 50 lakhs rupees ഈ പോളിസി എടുത്ത വ്യക്തിക്ക് കൊടുക്കും ഈ പ്രീമിയം പേയിങ് ടേം കഴിയുന്ന സമയത്ത്. പിന്നീട് ഇവർക്ക് 25 year ടേം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും
3,63,24,799 രൂപ. അത് നമ്മളെ ഏജിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഞാനിത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 30 വയസ്സ് ഏജുള്ള ഒരാൾക്കാണ് എടുത്തിട്ടുള്ളത്. 7 വർഷം പ്രീമിയം പേയിങ് ടേമാണ് വെച്ചിട്ടുള്ളത്. അത് ടേം മാറുന്നതിനനുസരിച്ച്, അതുപോലെ ആളുടെ ഏജ് മാറുന്നതിനനുസരിച്ച് റിട്ടേൺസിലും വ്യത്യാസം വരും. നമ്മൾ കൂടുതൽ പൈസ അങ്ങോട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്ലാൻ കൂടിയാണിത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ഇതിനനുസരിച്ച് റിട്ടേൺസിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ പോളിസി എടുത്ത് 2ാമത്തെ വർഷം മുതൽ നമുക്ക് റിട്ടേൺസ് വരും. അത് റിട്ടേൺസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് 1 കോടി രൂപയുടെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ 7.5 ലക്ഷം രൂപ ഓരോ 2 വർഷത്തിലും ഈ പോളിസി എടുത്ത വ്യക്തിക്ക് കിട്ടും. 30 വയസ്സ് ആയ ആളാണെങ്കിൽ 32ാമത്തെ വയസ്സും 34ാമത്തെ വയസ്സും 36, 38, 40, 42 അങ്ങനെ 1 കോടി രൂപ എടുത്ത ആൾക്കാണ് 7.5 ലക്ഷം കിട്ടുക. ഇനി 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ആൾക്കാണെങ്കിൽ 15,000 രൂപയായിരിക്കും കിട്ടുക. ഞാൻ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടും ഒന്ന് പറയുകയാണ്. 15,000 രൂപ 2 ലക്ഷം സം അഷ്യൂർഡ് എടുക്കുന്ന ആൾക്ക് കിട്ടും ഓരോ 2 വർഷത്തിലും. 1 കോടി എടുക്കുന്ന ആൾക്ക് 7.5 ലക്ഷം രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കും. 1 കോടി രൂപ സം അഷ്യൂർഡ് എടുക്കുന്ന ആൾക്ക് 56ാമത്തെ വയസ്സിൽ 4,12,40,000 രൂപ അവർക്ക് തിരിച്ചു ലഭിക്കും. 4,12,40,000 രൂപയാണ് 1 കോടി രൂപ എടുക്കുന്ന ആൾക്ക് ഈ 56 വയസ്സ് അവർക്ക് പൂർത്തിയാകുമ്പോൾ കിട്ടുന്നത്. അതിനിടയ്ക്ക് 32, 34, 36, 38, 40, 42 അങ്ങനെ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇവർക്ക് 7.5 ലക്ഷം രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓപ്ഷൻ സിയുടെ പ്രത്യേകത, ഓരോ 4 വർഷത്തിലായിരിക്കും മണി ബാക്ക് ഉണ്ടാവുക. 4ാമത്തെ വർഷത്തിൽ 1 കോടി രൂപ പോളിസി എടുക്കുന്ന ആൾക്ക് 15 ലക്ഷം രൂപയായിരിക്കും റിട്ടേൺസ് വരിക. അതായത് ഒരു പോളിസിയുടെ സം അഷ്യൂർഡിൻ്റെ 15%. ഇപ്പോൾ സപ്പോസ് 2 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ആൾക്ക് അപ്പോൾ 30,000 രൂപയായിരിക്കും ഓരോ 4 വർഷത്തിലും റിട്ടേൺസ് വരുന്നത്. അപ്പം 1 കോടി രൂപ എടുക്കുന്ന ആൾക്ക് 15 ലക്ഷം രൂപ വീതം ആദ്യത്തെ 4 തവണയായിട്ട് കിട്ടും. പിന്നീട് കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് 4,24,53,000 രൂപ അത് വേറെയും കിട്ടും. എന്ന് വെച്ചാൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ് ഇതിൽ LIC കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻ ബൈ ഇതിൽ പ്രസൻറ്റേഷൻ തരാം. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഓരോ സം അഷ്യൂർഡിൻ്റെയും അതുപോലെ ഓരോ ഓപ്ഷൻസും വ്യത്യസ്തമായിട്ട്, കൂടുതലില്ല, 2 ലക്ഷം സം അഷ്യൂർഡിൻ്റെയും അതുപോലെ 1 കോടി സം അഷ്യൂർഡിനും നമ്മൾ 3 ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ABC സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര രൂപയാണ് അടവ് വരുന്നതെന്നും എത്ര രൂപയാണ് റിട്ടേൺസ് വരുന്നതെന്നും സ്ക്രീനിൽ കാണിക്കാം. അതേപോലെ ഇതിൻ്റെ പ്രീമിയം പേയിങ് ടേം 7 വർഷവും 15 വർഷവും തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന പ്രീമിയം ഡിഫറൻസും അതിൻ്റെ റിട്ടേൺസിൽ വരുന്ന ഡിഫറൻസും അതുകൂടെ ഞാൻ സ്ക്രീനിൽ പ്രസൻറ്റേഷൻ ചെയ്യാം. ഓപ്ഷൻ എയിലുള്ള സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 1 കോടി എടുക്കുന്ന ആൾക്ക് 50 lakhs പ്രീമിയം അടയ്ക്കുന്ന പീരീഡ് കഴിയുമ്പോൾ കിട്ടുന്നു. 3,63,24,079 രൂപ ഇവർക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ കിട്ടുന്നു. അതുപോലെ ഇൻഷുറൻസ് കവറേജ്, നോർമൽ ഇൻഷുറൻസ് കവറേജ് 2,31,15,940 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നീട് കാലാവധി എത്തുന്ന സമയത്ത് മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്ക് ഇത് 4,92,69,904 രൂപയായിട്ട് മാറുന്നുണ്ട്. അതേപോലെ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് എന്ന് പറയുന്നത് 3,31,15,940 രൂപയാണ്. 3,31,15,941 രൂപയാണ്. ഇത് കാലാവധി പൂർത്തിയാവുന്ന മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്തേക്ക് ഇത് 5,92,69,804 രൂപയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ പോളിസിയിൽ ലോൺ അവൈലബിൾ ആണ്. ഓരോ വർഷത്തിലും കിട്ടുന്ന ലോൺ എമൗണ്ടാണ് ഇതിൽ ഈ കാണിക്കുന്നത്. ഇതാ ലോൺ എമൗണ്ടുകളാണ് ഈ കാണിക്കുന്നത്. 11,40,40,000 മുതൽ ഇവിടെ 11,40,40,000 മുതൽ 2,53,00,000 വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. പോളിസി കാലാവധിയുടെ
തൊട്ട് മുമ്പ് വർഷം വരെ നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓപ്ഷൻ എയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ 50 lakhs അവർക്ക് പ്രീമിയം പേയിങ് ടേം കഴിഞ്ഞാൽ 50 lakhs കിട്ടുന്നു. കാലാവധി പൂർത്തിയാകുമ്പോൾ 3,63,24,799 രൂപ കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ 4,13,24,799 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. അവരാകെ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,62,29,500 രൂപയാണ്. ഇനി അടുത്തത് ഓപ്ഷൻ 2 ആണ്. അതിൽ 7.5% ആണ് എവറി ഇയർ കിട്ടുന്നത്. ഇപ്പോൾ 1 CR എടുക്കുന്ന ആൾക്ക്, 1 കോടി എടുക്കുന്ന ആൾക്ക് 7.5 ലക്ഷം രൂപയാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും കിട്ടുന്നത്. കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് 4,12,40,979 രൂപ കിട്ടുന്നു. ഇൻഷുറൻസ് റിസ്ക് കവറേജ് എന്ന് പറയുന്നത് ഇവർക്ക് 2,74,32,684 രൂപ സ്റ്റാർട്ടിങ്. അതുപോലെ അവർക്ക് അത് മെച്യൂരിറ്റിയിൽ ആകുമ്പോഴത്തേക്ക്, കാലാവധി എത്തുമ്പോഴത്തേക്ക് 5,84,00,000 വർദ്ധിക്കുന്നുണ്ട്. ഇവർ ടോട്ടൽ അടയ്ക്കുന്ന എമൗണ്ട് 1,92,29,000 രൂപയാണ്. അവർക്ക് ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 5,02,40,979 രൂപയാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും 7,50,000 രൂപ അവർക്ക് റിട്ടേൺസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ഇൻഷുറൻസ് റിസ്ക് കവറേജ് അവർക്ക് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ 2,74,32,864 രൂപയുള്ളത് മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്ക് 5,84,70,990 രൂപയായിട്ട് വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഇപ്പോൾ നമ്മൾ 10 വർഷം കൊണ്ട് പ്രീമിയം അടയ്ക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് പോളിസി എടുത്തതെങ്കിൽ കൂടി ഇവർക്ക് 5 വർഷമേ അടയ്ക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും പകുതി ബെനിഫിറ്റ് 7.5 ലക്ഷം കൊടുക്കുന്നത് അതിൻ്റെ നേർപകുതി ഇവർക്ക് മണി ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നീട് അവർ അടയ്ക്കുന്നില്ലെങ്കിലും അതേപോലെ മെച്യൂരിറ്റി എമൗണ്ടും ആ പകുതി ബെനിഫിറ്റിൽ അവരെത്രയാണോ അടച്ച് ആ ബെനിഫിറ്റിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷുറൻസ് റിസ്ക് കവറേജ് എല്ലാ ആനുകൂല്യങ്ങളും പകുതിയായി ചുരുങ്ങും. മുഴുവൻ ടേം അവർക്ക് അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പോളിസിയിലെ ബെനിഫിറ്റുകൾ നഷ്ടമാവുന്നില്ല. 1 കോടിയുടെ പോളിസിക്ക് ഓരോ 4 വർഷം കൂടുമ്പോഴും 15 ലക്ഷം രൂപ വീതം മണി ബാക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. 4 കോടി രൂപ മെച്യൂരിറ്റിയിൽ ഇവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഇൻഷുറൻസ് റിസ്ക് കവറേജ് 2,63 ലക്ഷം മുതൽ 5,62 ലക്ഷം വരെ, 5,62,48,520 രൂപ വരെയാണ് വരുന്നത്. അതേപോലെ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് 3,63,90,153 രൂപ മുതൽ 6,62,48,520 രൂപ വരെയാണ് ആവുന്നത്. അടുത്തത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ ഓരോ 4 വർഷമാണ് മണി ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞു. 1 കോടിയുടെ പോളിസിക്ക് ഓരോ 4 വർഷം കൂടുമ്പോഴും 15 ലക്ഷം രൂപ വീതം മണി ബാക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. 4 കോടി രൂപ മെച്യൂരിറ്റിയിൽ ഇവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഇൻഷുറൻസ് റിസ്ക് കവറേജ് 2,63 ലക്ഷം മുതൽ 5,62 ലക്ഷം വരെ, 5,62,48,520 രൂപ വരെയാണ് വരുന്നത്. അതേപോലെ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് 3,63,90,153 രൂപ മുതൽ 6,62,48,520 രൂപ വരെയാണ് ആവുന്നത്. ഈ 3 ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്താലും പോളിസിയിൽ ഇപ്പോൾ 10 വർഷം ടേം സെലക്ട് ചെയ്തു, 10 വർഷം നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല, 5 വർഷം അടയ്ക്കാൻ പറ്റിയുള്ളൂ എങ്കിൽ ആ പകുതി ബെനിഫിറ്റ് എന്തായാലും LIC ഇവർക്ക് കൊടുക്കും. ഇത് ഇന്ത്യയിൽ ഒരു സ്ഥാപനവും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ അടയ്ക്കാത്ത
പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സാധാരണഗതിയിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ആ പോളിസിയിലുള്ള ആനുകൂല്യങ്ങൾ മുഴുവനായിട്ട് കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലാ പോളിസികളിലും അങ്ങനെയാണ്. പക്ഷേ LIC ഈ ഒരു പ്ലാനിൽ മാത്രം പൈസ അടച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അടച്ച എമൗണ്ടിനുള്ള ബെനിഫിറ്റ് തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു പ്ലാനാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മഹാലക്ഷ്മിമാർക്കും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ മഹാലക്ഷ്മിമാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോളിസി കൊടുക്കുക. അവർക്ക് ജോലി വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ, ഹസ്ബൻഡാവാം, അച്ഛനാവാം, ബ്രദറാവാം, നിങ്ങൾ ആരും ആവട്ടെ, മകനാവാം, ആരും ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ആർക്ക് വേണ്ടി വേണമെങ്കിലും 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും ഈ പോളിസിയിൽ അംഗത്വം എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പോളിസിയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ സാധ്യതയുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.